നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 811 811. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 811. അത് സർഗം 66, ഭഗവാന്റെ ഉപാസനാകാന്ഡം എന്നുള്ള ഭാഗത്ത് സർഗം 66, പരമാർത്ഥ നിരൂപണം ഭാഗം 2. അതിൽ 49-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. ദേഹം പ്രവർത്തിക്കുകയാണെന്നു പോലും ഒരൽപ്പവും ആത്മാനന്ദത്തിൽ മുഴുകും മഹാഭാഗൻ അറിഞ്ഞിടാം. ഇതാണ് ഒരു സത്കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പോ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് നമ്മുടെ വ്യക്തിത്വം, നമ്മൾ ഇരിക്കുന്ന സ്ഥലം ഒക്കെ മറിയും. അതൊരു ഹാങ് ഓവറായിട്ട് മാറും. അതാണ് പറഞ്ഞത്. ദേഹം പ്രവർത്തിക്കുകയാണെന്നു പോലും ഒരൽപ്പവും ആത്മാനന്ദത്തിൽ മുഴുകും മഹാഭാഗനറിഞ്ഞിടാം. ഞാൻ എൻ്റെ തുടക്കകാലത്ത് ഈ ഭാഗവതം എടുത്ത് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഡോംബിവിലിയിൽ SNDP സെൻറ്ററിലൊരു ക്ലാസ് ഉണ്ടായിരുന്നു. 10 മുതൽ 1 മണി വരെ എന്നാണ് പറയുക. പക്ഷേ 1:30 മുമ്പേ ക്ലാസ് അവസാനിക്കുന്ന ദിവസം ഉണ്ടായിട്ടില്ല. കാരണം എന്താ, ഇത് പറയുന്നതിലുള്ള താല്പര്യം അത്രയേ ഉള്ളൂ. പറയണത് നന്നായിട്ടല്ല, പറയുന്നതിനുള്ളൊരു താല്പര്യം. കുറച്ച് ആൾക്കാർ നല്ല ഓഡിയൻസായിരുന്നു. ഇനി അതും വേണമല്ലോ പറയാം. 10-20 ആളൊക്കെ ഉണ്ടായിരുന്നു. 10-20 ആളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതോ ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും. അതാണ്. അപ്പോൾ അതൊന്നും മറക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഇനി 50-ാമത്തെ ശ്ലോകം നോക്കുക. ബഹിർമുഖങ്ങളാം ഇന്ദ്രിയങ്ങൾ എങ്ങെങ്ങു ചെൽകിലും. ബഹിർമുഖം, ഈ ഇന്ദ്രിയങ്ങളൊക്കെ മനസ്സ് ഉള്ളിലാണെങ്കിലും പുറത്താണ് സഞ്ചരിക്കുക. കണ്ണ് എവിടെയൊക്കെ നോക്കാൻ പറ്റും അവിടെയൊക്കെ എത്തും. ചെവി എവിടെ നിന്നൊക്കെയുള്ള ശബ്ദങ്ങളാണ് ചെവി കൂർപ്പിച്ച് കേൾക്കുക ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ, അല്ലേ? അതാണ് പറഞ്ഞത്. ബഹിർമുഖങ്ങളാം ഇന്ദ്രിയങ്ങൾ എങ്ങെങ്ങു ചെൽകിലും ആത്മാവല്ലാതെ മായുന്നതെല്ലാം പ്രാകൃതമാം വിധം. അതായത് ഒരു സഭയിൽ ഒരു പ്രാസംഗികൻ പ്രസംഗം ചെയ്യാന്ന് വിചാരിക്കുക. ഒരു 100-200 ആൾക്കാരുണ്ടാവും വിചാരിക്കുക, അല്ലെങ്കിൽ 1000-2000 ആൾക്കാരുണ്ടാവും വിചാരിക്കുക. ഇദ്ദേഹം സിംഹം അവലോകനം ചെയ്യണ കൂടുതൽ അങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങോട്ടൊക്കെ നോക്കി പല നാളും നോക്കും. എല്ലാവരും ഈ പ്രഭാഷകനെ കാണും. പക്ഷെ പ്രഭാഷകൻ്റെ മനസ്സിൽ തൻ്റെ മനസ്സ് ഒപ്പിയെടുക്കുന്ന ആൾക്കാരുടെ രൂപം മാത്രമേ അറിയുള്ളൂ. എല്ലാവരും കണ്ടെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടാവില്ല, ഉൾക്കൊള്ളില്ല. അതാണ് എൻ്റെ സ്ഥിതി. അപ്പോൾ പറഞ്ഞു, ആത്മാവല്ലാതെ മായുന്നതെല്ലാം പ്രാകൃതമാം വിധം. വിചാരം ചെയ്തുറപ്പിച്ചേൻ വില കാണില്ലതൊന്നിലും. വിചാരം ചെയ്തുറപ്പിച്ചോൻ, അതാണ് ഉറപ്പിച്ചോൻ. വിചാരം ചെയ്തുറപ്പിച്ചോൻ വില കാണില്ലതൊന്നിലും. പുറമെയുള്ള വസ്തുക്കളിൽ എന്തുണ്ടായിട്ട് എന്താ കാര്യം? ആത്മാവില്ലെങ്കിൽ ഈ പുറമെ തുച്ഛമായിക്കോട്ടെ മഹത്തരമായിക്കോട്ടെ എന്താ കാര്യം? ഇപ്പോൾ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയി സാരിയാണ് സെലക്ട് ചെയ്യണത്. കയ്യിലുള്ള ബഡ്ജറ്റല്ലേ നമ്മൾ വാങ്ങാൻ പറ്റുള്ളൂ. കയ്യിലുള്ള ബഡ്ജറ്റിനേക്കാൾ വില കൂടിയത് നമ്മൾ ഉരസി നോക്കിയിട്ടുണ്ടാവും, കൈ കൊണ്ട് വിലയും ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ വരാട്ടോ എന്ന് പറയും. അപ്പോൾ നമ്മുടേതാവാൻ നമ്മൾ വില കൊടുക്കണം. അപ്പോൾ ഈശ്വരാധീനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരാ, അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണ് അതിനനുസരിച്ചിട്ടാണ് ഈശ്വരാധീനം ഉണ്ടാവുക.
അപ്പോൾ എണ്ണധാര പോലെ തിരിമുറിയാതെ ഈശ്വരോപാസന നടത്തണമെന്ന് പറയണു. എത്ര ആൾക്കത് സാധിച്ചിട്ടുണ്ടാവും? എത്ര ആൾക്കത് സാധിക്കാം എന്നുള്ളത് ഒരു ലെവൽ വേറെ, സാധിച്ചിട്ടുള്ളതിനനുസരിച്ചിട്ടല്ലേ ഉണ്ടാവുള്ളൂ. സപ്താഹത്തിന് 1,000 രൂപ ഭണ്ഡാരത്തിലിട്ടാലും 1,00,000 രൂപ ഭണ്ഡാരത്തിലിട്ടാലും ഇട്ടവൻ്റെ മൂല്യം അതല്ല, മാനസികാവസ്ഥ എന്താണ്, എന്ത് ഉദ്ദേശത്തിലാണ് ഇട്ടിട്ടുള്ളത്, അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ വിചാരം ചെയ്തുറപ്പിച്ചോൻ വില കാണില്ലതൊന്നിലും വെറും സ്വപ്ന പദാർത്ഥത്തിൽ ഉണർന്നോനെന്ന പോലവേ. സ്വപ്നത്തിൽ പലതും കണ്ടു, ലോട്ടറി അടിച്ചതായിട്ട് കണ്ടു, ആനയുടെ ഉടമസ്ഥനായിട്ട് സ്വപ്നം കണ്ടു അല്ലേ, ലുല്ലുമാലൊക്കെ ഞാൻ വാങ്ങി എന്ന് എനിക്ക് സ്വപ്നം കാണാം. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നാലോ? അതാണ് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ഞാൻ IIT-യിൽ സർവീസ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ പ്രഭാഷകൻ എന്നുള്ള നിലയ്ക്ക് തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാൾ വന്നു, സംവേർ ഗോറിഗോണിൽ ഒരു പ്രഭാഷണമുണ്ട്, വിചാരിച്ച ആൾക്ക് മുടക്കാണ്, അതുകൊണ്ടൊന്ന് വന്ന് നിറവേറ്റുമോ ചോദിച്ചു. ഞാൻ മറ്റേ സരസ്വതി പീഠം തിരയാൻ പോയി, കയ്യെ കെട്ടി അത് ബാത്റൂമിൽ പോയി നന്നായിട്ട് കഴുകി തുടച്ചു, ഫാനിൻ്റെ ചോട്ടിൽ വെച്ചു, പുസ്തകം എടുത്ത് വെച്ചു, മുണ്ടെടുത്ത് വെച്ചു, ഒക്കെ ചെയ്തു. എത്ര മണിക്കാണ് ഇറങ്ങണ്ടേ? അതിന് 10 മിനിറ്റ് മുമ്പ് ഫോൺ വന്നു, അല്ല അയാൾ വന്നു കേട്ടോ പറഞ്ഞു. അപ്പം ഉണ്ടാകുന്നൊരവസ്ഥ നമ്മൾ ആലോചിച്ച് നോക്കൂ. പറഞ്ഞ പ്രശ്നമുണ്ടോ? അപ്പോൾ ഈ സാഹചര്യങ്ങളെ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ് മനസ്സിൻ്റെ അവസ്ഥ. IIT പോവായി ഈ അയ്യപ്പ സമാജം നടത്തുന്ന, അതായത് പന്തലിൽ വെച്ച് അവർ ഇത് ചെയ്യും. അപ്പോൾ അവിടെ ഫ്രീ പ്രസ് ജേർണലിലത്തെ നന്ദകുമാർ, TKG, അതേമാതിരി പിന്നെ മനോഹരൻ, PPM നായർ, അവരൊക്കെ വന്ന് പുൽപ്പായൊക്കെ വരച്ച് മയക്കൊക്കെ വെച്ചിട്ട് വായിക്കും, ഒറ്റ വായന. ഞാനൊരു ഓരം ഇരുന്ന് നിരങ്ങി അവരുടെ ഒപ്പം ഇരിക്കാൻ പറ്റുമോ നോക്കും ഞാൻ. പിന്നെയാണ് ഞാൻ പെട്ടെന്ന് ആചാര്യരായി. പിന്നെ ഞാൻ അവരെ എൻ്റെ സ്വന്തം നിലയ്ക്ക് അവരെ എൻ്റെ വീട്ടിൽ, അതായത് എൻ്റെ കുടുംബക്ഷേത്രത്തിൽ സപ്താഹം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. അത് വേറെ കാര്യം. അവർ വിളിച്ചിട്ട് ഞാൻ ആചാര്യനായിട്ട് പിന്നെ എന്താ പറയുക, നല്ല സൊപ്പാറ അയ്യപ്പൻ്റെ അമ്പലത്തിൽ ഞാൻ പോയിട്ടുണ്ട്. അതേമാതിരി രാമദാസ് മിഷൻ, കൃഷ്ണാനന്ദ സരസ്വതിയുടെ ആശ്രമത്തിൽ, അതേമാതിരി ഇവിടെ എന്താ പറയുക മുള്ളൻഡിലെ ശ്രീനഗറിലെ ക്ഷേത്രത്തിൽ. അപ്പോൾ പറയാനുള്ളൊരു വെപ്രാളം അതാരാ തരണത്? അവരവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം, അവരവർക്ക് ത്വരിത ഉണ്ടായിരിക്കണം. ശ്രീനഗറിലൊക്കെ ഞങ്ങൾ രാത്രി വർത്തമാനം പറഞ്ഞ് 1:30 മണി 2 മണിക്കാണ് കിടക്കുക, 3-3:30 നീച്ച് കുളിച്ച് പരിപാടി തുടങ്ങി. അത് മീൻസ് തയ്യാറെടുപ്പായി. അപ്പം ക്ഷീണമില്ല. കാരണം എന്താ? അത് ഈശ്വരനാണ് നിയന്ത്രിക്കണം നമ്മളതിനെ. അതേപോലെ വെറും സ്വപ്നപദാർത്ഥത്തിൽ ഉണർന്നോനെന്ന പോലവേ എന്നാൽ ആത്മാവിനിൽ എന്നോ വികാരങ്ങളതെങ്ങനെ? ആത്മാവിന് വികാരമുണ്ടോ? ഇല്ല, മനസ്സിനാണ് വികാരം. ആ വികാരമാണ് നമ്മളെ കുഴിയിൽ ചാടിക്കുന്നത്. ആത്മാവിനെ പറ്റി വിചാരിച്ചാൽ മനസ്സിൻ്റെ വികാരം ചുരുങ്ങും. സൂചി കൊണ്ട വീർത്ത ബലൂണിൽ സൂചി കൊണ്ട ഉണ്ടാവും, പൊട്ടിപ്പോവും. അപ്പം മനസ്സിലുള്ള വികാരങ്ങളെ തളയ്ക്കാൻ സദാസേവ്യ ഭഗവാനെ സേവിക്കുക, ഭാഗവതം പറയുക, ഭാഗവതം വായിക്കുക, വായിച്ചത് മനനം ചെയ്യുക, ഭഗവാനെ ധ്യാനിക്കുക. അപ്പോൾ പറയണു അപ്പോൾ പറഞ്ഞു എന്നാൽ ആത്മാവിനില്ലെന്നോ വികാരങ്ങളതെങ്ങനെ? ബന്ധമോക്ഷങ്ങൾ കാൺമീലെ സംശയിക്കായകതുദ്ധവ. ബന്ധമോക്ഷങ്ങൾ, ഞാൻ ബന്ധനാണെന്നും ഞാൻ മുമുക്ഷുവാണെന്നുമുള്ളത് മനസ്സുറപ്പിക്കണം. ഞാൻ ബന്ധനാണെന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറെ വഴിക്ക് പോകാൻ പറ്റില്ല. എന്നാൽ
കൊറോണയ്ക്ക് ശേഷം ഞാൻ ബന്ധനാണ്, ഞാൻ പുറമേ സപ്താഹത്തിന് പോകണില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ വീട്ടിലിരുന്നിട്ട് എന്ത് ചെയ്യണു, മുമുക്ഷുമായിട്ട് ഇരിക്കുകയാണ്. എങ്ങനെ അത് അത്യാവശ്യം വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യും, സഹായിക്കും. ആ സമയത്തും അതും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക. അങ്ങനെയാണ്, ഈശ്വരാർപ്പണമായിട്ട്. ഈ യൂട്യൂബ് തുടങ്ങിയത് അങ്ങനെയാണ്. അപ്പോൾ ആ യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായത്. ബന്ധനത്തിൽ ഇരുന്നു കൊണ്ട് മുമുക്ഷുത്വം എങ്ങനെ നേടും. അതുകൊണ്ടാണ് ഈ 3000 ചില്ലാൻ പ്രഭാഷണങ്ങൾ ചെയ്യാൻ സാധിച്ചത്, ഓൺ റെക്കോർഡ്. അത്രയും ഞാൻ റിവിഷൻ ചെയ്യാൻ ചെയ്തു. നേരെ മറിച്ച് ഞാൻ കൊറോണയ്ക്ക് മുന്നത്തെ മാതിരി പാറി പറന്ന് സപ്താഹങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാശ് കിട്ടുമായിരിക്കും. പക്ഷേ എൻ്റെ മനസ്സിനെ ഭഗവത് പാതാരബന്ധത്തിൽ വെക്കണം എന്ന് ഞാൻ പറയാമെന്നല്ലാണ്ട് എനിക്ക് വെക്കാൻ സാധിക്കില്ല. അതാണ് ഈ അമേച്ചറും പ്രൊഫഷണലിസും കൂടിയുള്ള വ്യത്യാസം. ഇവിടെ ഓരോ ശ്ലോകങ്ങളും പ്രാവർത്തികമാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പോൾ ബന്ധമോക്ഷങ്ങൾ കാൺമീലേ സംശയിക്കായക ഉദ്ധവ, മുമ്പുതാനുള്ളതാം മോക്ഷം എപ്പോഴും ഉണ്ട്. പക്ഷേ ബന്ധനം വരുമ്പോൾ മോക്ഷത്തെ നമ്മൾ മറക്കണം. അപ്പോൾ ബന്ധനത്തിൽ ഇരുന്ന് മുമുക്ഷത്വം എങ്ങനെ നേടുക? ചെയ്യുന്ന പ്രവർത്തികളിൽ കർത്തൃത്വവും ഭോക്തൃത്വവും ഒഴിവാക്കിയിട്ട് ഞാൻ ചെയ്യുന്ന എളിയ ഉപാസനയാണ് ഞാൻ ചെയ്യുന്ന കർമ്മങ്ങൾ, അതാണ് നിഷ്കാമകർമ്മങ്ങളായിട്ട് പരിണമിക്കുക. അപ്പം എന്തുണ്ടാവുക? മുമ്പ് താനുള്ളതാം മോക്ഷം തെളിയിക്കുക മാത്രമാം. മോക്ഷം എപ്പോഴും ഉണ്ട്, അതിനെ തെളിയിക്കുക, തിരി നീട്ടുക. ഈ കത്തുന്ന തിരിയിൽ കരി പിടിച്ചാൽ അത് മങ്ങും. അപ്പോൾ ആ കാർബൺ അതിൽ മുട്ടിട്ട് നിൽക്കുന്ന ആ കരിനെ ഒരു ചന്ദനത്തിരിയുടെ കുച്ചി കൊണ്ട് നമ്മളൊന്ന് തട്ടിയാൽ അത് കെടില്ല എന്ന് മാത്രമല്ല, പൂർവാധികം ശക്തിയിൽ മിന്നിത്തിളങ്ങുന്നത്. വിളക്ക് വയ്ക്കുക എന്നുള്ളത് ഒരു ആർട്ടാണ്, ഇനി അതും വേണമല്ലോ പറയാം. അപ്പോൾ ഇവിടെ എന്തായി? അപ്പോൾ പറഞ്ഞു, മുമ്പുതാനുള്ളതാം മോക്ഷം തെളിയിക്കുക മാത്രമാം ഗുണകർമ്മങ്ങൾ അജ്ഞാനം ഇവ ജീവനിൽ ഈ വിധം. ഈ ബന്ധനാവസ്ഥ എങ്ങനെയാണ് വരുന്നത്? ഗുണകർമ്മങ്ങൾ, തമോ ഗുണം, രജോ ഗുണം, സാത്വിക ഗുണം, അതിൻ്റെ സമ്മിശ്രങ്ങളായിട്ടുള്ള അബദ്ധജടിലമായ കർമ്മങ്ങളാണ് ബന്ധനത്തിനാക്കുന്നത്. ഗുണകർമ്മങ്ങൾ അജ്ഞാനം യുവജീവനിൽ ഈ വിധം തോന്നിച്ച നാനാഭാവങ്ങൾ, പലതരത്തിലുള്ള ഭാവങ്ങൾ. കുട്ടികൾ നേരാവൂ, നേരാവില്ലേ, അസുഖം മൂർച്ഛിക്കുമോ, അസുഖം വരാതെ കണ്ടിരിക്കുമോ എന്നൊക്കെ ഭാവനയാണ്. സത്യത്തിൽ എന്തിനാ ഈ ഭാവിക്കണത്? അന്നന്ന് വരുന്നതിനെ സ്വീകരിക്കാൻ പഠിച്ചു നോക്കൂ. അന്നന്ന് നടക്കുന്ന കാര്യങ്ങളെ 2 കൈയും നീട്ടി സ്വീകരിക്കുക. ഇന്ന് ഈശ്വരൻ്റെ വരദാനം ഇങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾക്കൊരു ഇഷ്ടാനിഷ്ടങ്ങളില്ലാതെ ആയാൽ മതി. നമ്മളെ നിയന്ത്രിക്കുന്ന വസ്തുവിൻ്റെ ആജ്ഞാനുവർത്തിയാണ് നമ്മൾ. അല്ലാണ്ട് ഞാൻ മറ്റുള്ളവർക്ക് ആജ്ഞാന കൊടുക്കുന്നവനോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ മറ്റുള്ളവർ നടക്കണമെന്നോ ഞാൻ വിചാരിക്കാൻ പാടില്ല. അവിടെയാണ് വിഷമം. ഞാൻ ആരാ? ഞാൻ ഭാഗവത ഭക്തദാസനാണ്. അപ്പോൾ എൻ്റെ ചുമതല എന്താ? ഈശ്വരൻ്റെ ശ്രേയോന്മുഖങ്ങളായിരിക്കുന്ന വാക്കുകളെ ഉച്ചരിച്ച് അതിനുള്ള എക്സാമ്പിൾസ് പറഞ്ഞിട്ട് സ്വയം ആസ്വദിക്കുക. സ്വയം ആസ്വദിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആസ്വാദ്യമാവും. സ്വയം ആസ്വാദ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഏൽക്കൂല്ല. ഇനി അതും ഞാൻ പറയാം. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്? അപ്പോൾ പറയണു, ഗുണകർമ്മങ്ങളെ ജ്ഞാനം യുവജീവനിൽ ഈ വിധം തോന്നിച്ച നാനാഭാവങ്ങൾ വിജ്ഞാനാദി വിളങ്ങുകിൽ. വിജ്ഞാനം മിന്നണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഭാവങ്ങളെക്കാൾ വിജ്ഞാനം കൂടാനുള്ള പണി ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാഗവതായിട്ടും ശ്രീകൃഷ്ണ കഥാമൃതായിട്ടും എന്തൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടണോ അതിനൊക്കെ വ്യവഹരിക്കുക, അതുകൂടെ യാത്ര ചെയ്യുക. ഇപ്പോൾ ദേശാടനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയോധ്യയിൽ പോകണം എന്ന് പറഞ്ഞാൽ വണ്ടി കയറി പോയിക്കൊള്ളണമെന്നില്ല. രാമായണം എടുത്ത് വായിക്കാൻ തുടങ്ങിയാൽ മതി. രാമായണം ആദ്യം മുതൽ അവസാനം വരെ വായിച്ചാൽ രാമായണം വാൽമീകിയുടെ മനസ്സെന്താണെന്നുള്ളത് മനസ്സിലാവണമെങ്കിൽ രാമായണം വായിക്കണ്ടേ?
അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നല്ലേ ഈ രാമായണം വന്നിട്ടുള്ളത്. അതേമാതിരി ഭാഗവതം വായിച്ചാൽ അതിലെ കഥകൾ മാത്രം രസിക്കുന്ന ആൾക്കാരുണ്ട്, തത്വശാസ്ത്രങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരവരുടെ ഫ്രീഡമാണ്. അല്ലെങ്കിൽ അവരവരുടെ ഡെസ്റ്റിനേഷൻ എന്താണെന്നുള്ളത് മുൻജന്മ സുഹൃത ദുരിതങ്ങളെ കൊണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തേ മനസ്സിലാക്കാവൂ അതേ മനസ്സിലാവുള്ളൂ. എത്ര വലിയ പ്രഭാഷകൻ ചെയ്തിട്ടും ആചാര്യനായാലും ശരി. ഇത് എല്ലാവരും കേൾക്കുന്നുണ്ട്. അതായത് ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളവരൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊരു സന്തോഷമുണ്ട്. എന്താ, തുടക്കത്തിൽ 35 ആൾ 40 ആളൊക്കെ ഒരു ദിവസം കണ്ടിട്ടുണ്ടാവും. പക്ഷേ ആവറേജ് വരുമ്പോൾ 3 മിനിറ്റ് 4 മിനിറ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ആകെ 11 ആളോ 12 ആളാവും കേൾക്കുക. പക്ഷേ 20 മിനിറ്റ് 25 മിനിറ്റ് അവർ കേൾക്കുന്നുണ്ട്. ഏതാ നല്ലത്? 20 ആൾ 25 ആൾ നോണ്ടി പോണതും ഒരു 6 7 ആളെ സശ്രദ്ധം 20 മിനിറ്റ് 25 മിനിറ്റ് കേൾക്കണതും കൂടി ആകുമ്പോൾ രണ്ടാമത് പറഞ്ഞതാണ്, അവസാനം പറഞ്ഞതാണ് നല്ലത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. തോന്നിച്ച നാനാഭാവങ്ങൾ വിജ്ഞാനാദി വിളങ്ങുകിൽ ദേഹാത്മബന്ധം നിർമ്മിക്കും വിസ്മൃതി നീങ്ങുകിൽ. ആത്മവിസ്മൃതി നീങ്ങുക എന്ന് പറഞ്ഞാൽ അർത്ഥം ആത്മാവിനെ സ്മരിക്കാതെ കണ്ടിരുന്നാൽ ബന്ധനായി. ആത്മാവിനെ സ്മരിച്ചാൽ ശിവനും കൃഷ്ണനും ഒക്കെ ഈ ആത്മാവാണെന്നുള്ളത് ബോധം വന്നാൽ മുമുക്ഷുവായി. ബന്ധനം വേറെ, മുമുക്ഷുത്വം വേറെ. അപ്പോൾ ദേഹാത്മബന്ധം നിർമ്മിക്കും ആത്മവിസ്മൃതി. ആത്മബന്ധം, ദേഹമാണ് ആത്മാവ് എന്ന് ധരിച്ചാൽ ബന്ധനായി. ശരീരം ഇന്നല്ലെങ്കിൽ നാളെ നശിക്കുന്നതാണെന്നും ഞാൻ ആത്മാവാണെന്നും മനസ്സിലാക്കിയാലോ മോക്ഷമായി. ഒരു ഉദാഹരണം പറയാം. ഇന്നിപ്പോൾ 16 മിനിറ്റായി, 17 മിനിറ്റായി വേണം. ഇന്ന് ഇപ്പോൾ ഞാൻ 1 2 3 4 5 6 ശ്ലോകമേ പറഞ്ഞുള്ളൂ. ഈ 17 മിനിറ്റിൽ 18 ശ്ലോകം പറഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ കാരണം? ഭഗവാൻ തോന്നിക്കില്ല, മുഴുവൻ തോന്നിക്കില്ല. പോട രാജഗോപാലൻ ഈ എൻ്റെ പാട്ടിനെന്ന് പറയും ഭഗവാൻ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഭഗവാൻ എന്നെ ഉപകരിപ്പിക്കുകയാണ്. ഞാൻ മനസ്സിൽ തോന്നിപ്പിക്കുന്നതൊക്കെ പറ. അല്ലാണ്ട് രാജഗോപാലനായിട്ടൊന്നും പറയാനില്ല. അവരവരുടെ ഉള്ളിലുള്ള ചൈതന്യത്തിൻ്റെ പ്രേരണ എന്തോ അതാണ് പുറത്തേക്ക് വരുന്നത്. അപ്പം എന്താ, ഈ കാണില്ല ബന്ധമോക്ഷങ്ങൾ ഉണ്ടായിട്ടില്ല ഒരിക്കലും. ബന്ധനം എവിടെ? മോക്ഷം എന്നുള്ളതിനെ കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, അങ്ങനെ ഒരു വസ്തു ഇല്ല. കാണണമെങ്കിൽ ഒരു വസ്തുവല്ലേ ഇത്, സ്ഥൂലല്ലല്ലോ. ഇതൊക്കെ സൂക്ഷ്മാവസ്ഥയാണ്. കാണില്ല ബന്ധമോക്ഷങ്ങളുണ്ടായിട്ടില്ലൊരിക്കലും കനത്തതാം ആവരണം ഒന്ന് നീങ്ങേണ്ട താമസം. കനത്ത ഒരു പർദ്ദ കൊണ്ട് ജ്ഞാനത്തിനെ മൂടിയിട്ടുണ്ടെങ്കിൽ അവൻ ആ പർദ്ദനെ ഒഴിവാക്കുന്നത് വരെ ബന്ധനത്തിലാണ്. നേരെ മറിച്ച് മായയാകുന്ന ആ പർദ്ദ അല്ലെങ്കിൽ തുണി ഇല്ലെങ്കിൽ സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വാസുദേവ ചൈതന്യത്തിനെ അനുഭവിക്കുകയായി. അപ്പം എന്തായി? മോക്ഷത്തായി. സമയം പോണില്ല എന്ന് പറഞ്ഞാൽ ബന്ധനാണ്. സമയം പോണത് അറിയില്ല എന്ന് പറഞ്ഞാൽ മോക്ഷമാണ്. എന്തൊക്കെ ഉദാഹരണം വേണം നിങ്ങൾക്ക്? അതുകൊണ്ടാണ് പറഞ്ഞത് കാണില്ല ബന്ധമോക്ഷങ്ങൾ ഉണ്ടായിട്ടില്ല ഒരിക്കലും. പിന്നെയോ കനത്തതാം ആവരണം ഒന്ന് നീങ്ങേണ്ട താമസം. ഇനി അത് കഴിഞ്ഞാൽ വരുന്നത് 56-ാമത്തെ ശ്ലോകം എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എന്താ അത്. പിന്നീടവൻ ജീവനല്ല, ആത്മീയ ചൈതന്യം നുകരാൻ തുടങ്ങിയാൽ പിന്നീടവൻ ജീവനല്ല, ആത്മാവാണ്. ആത്മാവാണോ? അല്ല. പരമാത്മാവാണോ? അല്ല. ബ്രഹ്മമാണ്. ഇതൊക്കെ ഇതിൻ്റെ പര്യായാണേനും. ബ്രഹ്മം എന്ന് പറയുന്നതും പരമാത്മാവ് എന്ന് പറയുന്നതും ആത്മാവ് എന്ന് പറയുന്നതും ജീവൻ എന്ന് പറയുന്നതും ഒക്കെ ഒന്നാണ്. ശിവനെന്ന് പറഞ്ഞാലും കൃഷ്ണനെന്ന് പറഞ്ഞാലും ഒന്നാണ്. അത് ക്ഷേത്രത്തിലുള്ള ക്ഷേത്രജ്ഞനല്ല, ക്ഷേത്രമാകുന്ന ശരീരത്തിലത്തെ ക്ഷേത്രജ്ഞനാണ് ബ്രഹ്മം എന്ന് പറഞ്ഞത്. കാരണം സുബ്രഹ്മണ്യനെയും ഭദ്രകാളിനെയും പാർവതീദേവീനെയും പരമശിവനെയും ബ്രഹ്മാവിനെയും ശ്രീഹരിനെയൊക്കെ
ഉച്ചരിക്കുന്നതും ഭാവത്തിൽ കൊണ്ടുവരുന്നത് ആരാ? ക്ഷേത്രത്തിൽ എഴുതിയ ഒരാൾ മാത്രമേ ഉള്ളൂ. ഏതാ പ്രതിഷ്ഠ അത് എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വികാരം കൊള്ളാണ്ട് വിചാരം കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കുകയായിരിക്കും. അപ്പോൾ പറഞ്ഞു, പിന്നീടവൻ ജീവനല്ല പരമാത്മാവ് തന്നെയാം. 1 വട്ടം 2 വട്ടം 3 വട്ടം. പിന്നീടവൻ ജീവനല്ല പരമാത്മാവ് തന്നെയാം ആത്മസാധനയാൽ. ആത്മാവിനെ കോണ്ടംപ്ലേറ്റ് ചെയ്യുക, ആത്മാവിനെ പരിശുദ്ധ മനസ്സുകൊണ്ട് ഇഴുകിച്ചേരാൻ ശ്രമിക്കുക, ഇഴുകിച്ചേരുക. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് അധികം എൻ്റെ ഫോണിൽ ടൈമറുണ്ട്, എനിക്കത് പ്രശ്നമല്ല. കാരണം ഞാൻ എൻ്റെ ഒരു എപ്പിസോഡിന് വേണ്ടതായി 20 മിനിറ്റായി, അപ്പോഴും പോർഷൻ പോയിട്ടില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റത് പോർഷൻ പോയിട്ടും സമയം വളരെ മോശമായിരിക്കും. കാരണം എന്താ, ഈ അണക്കെട്ടിൽ വെള്ളം താഴത്തു കൂടെ വിടണോ മോള് ചീർപ്പ് തുറന്നിട്ട് വിടണോ, അതാരാ നിശ്ചയിക്കുന്നത്? ആ ഡാമിൻ്റെ ചീഫ് എൻജിനീയർ. അപ്പോൾ ഈ ശരീരമാകുന്ന ഡാമിൽ മനസ്സാകുന്ന ഷട്ടർ ഇട്ടിട്ട് ആ ഷട്ടർ നിയന്ത്രിക്കണത് ആരാ? പരമാത്മ ചൈതന്യം. രാജഗോപാലിന് അതിൻ്റെ ഒരു പങ്കുമില്ല. അപ്പോൾ പിന്നീടവൻ ജീവനല്ല പരമാത്മാവു തന്നെയാം ആത്മസാധനയാൽ മുറ്റിത്തഴയ്ക്കും ഭക്തിവിദ്യയാൽ. അതെന്താണ്? ആത്മസാധനയാൽ മുറ്റിത്തഴയ്ക്കും. എത്ര ദൂരത്തുള്ള പശുമീൻ കൂടിയും വലിച്ചെടുക്കും ആരെ? ആത്മാവ്. ഭക്തി വിദ്യയാൽ. ഭക്തി ഒരു വിദ്യയാണ്, പരാവിദ്യയാണ്. ഉള്ളിലുള്ള ആത്മാവിനെ അറിയലാണ്. അല്ലാണ്ട് ഇല്ലാത്തത് ഉണ്ടാവണം. എനിക്ക് ഫ്ലാറ്റ് വേണം, എനിക്ക് കാറ് വേണം, ബാങ്ക് ഡെപ്പോസിറ്റ് വേണം, അതൊന്നും ആത്മാവിന് ബന്ധമില്ല. അഹങ്കാരം അകന്ന് ആത്മസ്വരൂപം തെളിവാർന്നിടും. അതാണ് ഈ കോണ്ടംപ്ലേറ്റ് ചെയ്ത് എന്താണ്ടാവുക? അഹങ്കാരം അകന്ന് ആത്മസ്വരൂപം തെളിവാർന്നിടും. ഇരുട്ടിലുണ്ടാം ഭൂതാദിഭീതി സൂര്യോദയത്തിനാൽ മങ്ങുന്ന പോലവേ. അല്ലേ? ഇരുട്ടിലുണ്ടാം ഭൂതാദിഭീതി. കയ്യോ കാലോ മുട്ടി എവിടെ വീഴുക, എന്താ സംഭവിക്കുക? ഇരുട്ടാണ്. സൂര്യൻ ഉദിച്ചാലോ പരാന്ന് വെളുത്ത് കഴിഞ്ഞാൽ സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും അപ്പൂപ്പന്മാരുമാരായി ഓടി പുറത്തേക്ക്. ഇരുട്ടിലുണ്ടാം ഭൂതാദിഭീതി സൂര്യോദയത്തിനാൽ. അപ്പം ആത്മസൂര്യൻ ഉദിച്ചാൽ, ആത്മസൂര്യൻ്റെ പ്രഭ അനുഭവിക്കാൻ തുടങ്ങിയാൽ ഭാവങ്ങളെല്ലാം അകന്നു. അകന്നു സത്യം കൺമുമ്പിൽ പ്രകാശിപ്പിതുമാതിരി. അകന്നു. എന്തകന്നു? ഇരുട്ടകന്നു, ഭാവനകൾ അകന്നു, സത്യം കൺമുമ്പിൽ പ്രകാശിപ്പതുമാതിരി. ഇവിടെ എന്താ സത്യം? പുറത്ത് സൂര്യൻ ഉദിച്ചു, ഉള്ളിലോ ആത്മസൂര്യൻ മങ്ങിയിട്ടില്ല, മങ്ങൂല. ആത്മസൂര്യൻ്റെ പ്രഭ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് നോക്കിയാൽ പറ്റില്ല, കണ്ണടച്ച് അകക്കണ്ണുകൊണ്ട് നോക്കണം. എൻ്റെ ആത്മസൂര്യൻ സഹസ്രസൂര്യ സമപ്രഭ എന്നാണ് പറഞ്ഞത്. 1000 സൂര്യന്മാരെ ഒന്നായി ഉദിച്ചാൽ എന്ത് പ്രഭയുണ്ട്. അതാണ് എൻ്റെയും നിങ്ങളുടെയും ആത്മാവിൻ്റെ പ്രഭ. അതുകൊണ്ടാണ് കണ്ണടയ്ക്കേണ്ടത്. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, നഗ്നമായ ഗോചരങ്ങളെ കൊണ്ട് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റില്ല. അപ്പോൾ അജ്ഞാനാവരണം നീങ്ങിയുടൻ ബുദ്ധി തെളിഞ്ഞ് അതിൽ ഏതിൽ? ആത്മാവിൽ. അജ്ഞാനാവരണം, അജ്ഞാനമാകുന്ന പർദ്ദ നീങ്ങിയാൽ, കർട്ടൻ നീങ്ങിയാൽ, ബുദ്ധി തെളിഞ്ഞ്, സദ്ബുദ്ധി തെളിഞ്ഞാൽ, കുബുദ്ധി സുബുദ്ധി അല്ല, കുബുദ്ധിയല്ല, സദ്ബുദ്ധി തെളിഞ്ഞ് അതിൽ സ്വയം പ്രകാശമാം വസ്തു തനിയെ മിന്നും ഉദ്ധവാ. ഭഗവാൻ പറയാണ്, സ്വയം പ്രകാശമാം വസ്തു തനിയെ മിന്നും ഉദ്ധവാ. അപ്പം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കണ്ട് എല്ലാ ജീവജാലങ്ങളിലും പ്രത്യേകിച്ച് മനുഷ്യന്മാരിൽ സ്വയം പ്രജ്വലിച്ചു കൊണ്ടിരിക്കുന്ന വാസുദേവ ചൈതന്യത്തിനെ അനുസന്ധാനം ചെയ്യൂ. കല്ലും മണ്ണും ഉപയോഗിച്ചിട്ട് കയറ്റിയിട്ടുള്ള ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളെ തൻ്റെ ആത്മാവിൻ്റെ പ്രതിബിംബമായിട്ട് കരുതുമ്പോൾ
നാനാത്വത്തിൽ ഏകത്വം കാണാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അല്ല എനിക്ക് അഹങ്കാരമാണ് എന്ന് പറഞ്ഞാലോ, ഓരോ ദിവസം ഓരോ അമ്പലത്തിൽ പോവും. ഇവിടെ എന്താ പ്രതിഷ്ഠ? ഏത് പ്രതിഷ്ഠയായാൽ നമുക്കെന്താ? ആത്മാവിൻ്റെ സ്ഫുരണമാണ് കാണിച്ചു തരുന്നത്, കണ്ണല്ല കാണുന്നത്. സ്വയം പ്രകാശമാം വസ്തുതനിയെ മിന്നും ഉദ്ധവ അചിന്യ ശക്തിയാർന്ന് ആ മട്ട് അപ്രമേയൻ പ്രമേയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല ഭഗവാനെ. അജൻ ജനിക്കാത്തവനാണ്, ജനന മരണങ്ങളില്ലാത്തവനാണ്. പരൻ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് പരൻ. സ്വയം ജ്യോതിസ് ആരും എണ്ണയോ നെയ്യോ തിരിയോ എണ്ണ ഒഴിക്കണില്ല, നെയ്യ് ഒഴിക്കണില്ല, തിരി നീട്ടണില്ല, സിഗരറ്റ് ലൈറ്റർ വേണ്ട, കൈത്തിരി വേണ്ട, കുടിവിളക്ക് വേണ്ട, തീപ്പെട്ടി വേണ്ട, ഒന്നും വേണ്ട. സ്വയം ജ്യോതിസ് അദ്വിതീയൻ. രണ്ട് എന്നില്ല, ഒന്നേ ഉള്ളൂ. ചൈതന്യം മാത്രമേ ഉള്ളൂ. ചൈതന്യമാണ് ഇതര എന്താണെന്നാ പറയുക, ഇന്ദ്രിയങ്ങളെ, മനസ്സിനെ, ബുദ്ധിനെ, അഹങ്കാരത്തിനെ വികസിപ്പിക്കുന്നത് അല്ലെങ്കിൽ കാണിച്ചു തരുന്നത്. സ്വയം ജ്യോതിസ് അദ്വിതീയൻ മനോവാഗാദി സർവവും പ്രവർത്തിക്കും. മനസ്സ്, വാക്ക് എക്സെട്ര എല്ലാം സർവവും പ്രവർത്തിക്കും ആത്മാവിൻ്റെ ശക്തിവിശേഷത്തിൽ. അത് ദീപസ്തംഭം അവിടെ നിറച്ചിട്ടുണ്ടെങ്കിൽ ഭഗവതി ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരണമെന്നില്ല, അതാദ്യം മനസ്സിലാക്കുക. അല്ലെങ്കിൽ ശരശതം അല്ലേ, ശതം 1000 നാളികേരം കൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല 100 നാളികേരം കൊണ്ട്, ശതം എന്ന് പറഞ്ഞാൽ 100, ശതാഭിഷേകം എന്നാൽ അത് 84 കഴിക്കും, അത്രയൊക്കെ ഉള്ളൂ. അപ്പം 100 രൂപയ്ക്ക് ഒരു ഹോമം കഴിച്ചാൽ എല്ലാം ആയി എന്നെങ്ങനെ പറയാം? ഇവിടെ എന്താ പറഞ്ഞത്? മനോവാഗാദി സർവവും പ്രവർത്തിക്കും. അവ ആർ മൂലം അതാതു വിഷയങ്ങളിൽ അതാത് ഇന്ദ്രിയങ്ങൾ പ്രസരിപ്പോടുകൂടി കർമ്മം ചെയ്യണത് ആത്മാവിൻ്റെ സവിശേഷത്തിലാണ്. ആത്മാവില്ലാത്തൊരു ശരീരത്തിൽ ഇതൊന്നും നടക്കില്ല. ആവിധം വിലസും സർവസാക്ഷിയാം ഞാൻ. ശ്രീകൃഷ്ണൻ ഉദ്ധവരോട് പറയാം, ആ വിധം വിലസും സർവസാക്ഷിയാം ഞാൻ എന്തൊക്കെ ഒപ്പിച്ചു, എന്തൊക്കെ കള്ളത്തരം ചെയ്തു എന്നുള്ളത് ആർക്കറിയാം? എൻ്റെ മനസാക്ഷിക്ക്. എൻ്റെ മനസ്സിൽ ആരായിരിക്കണത്? ചൈതന്യം. ബാലാഗ്ര ശതവാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. ബ്രഹ്മചൈതന്യമാണ്. അതിൻ്റെ കണ്ണ് വെട്ടിക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ആവിധം വിലസും സർവസാക്ഷിയാം ഞാൻ മഹാശയ. ഭഗവാനൊക്കെ ഒരാളേനെ മഹാശയ എന്ന് അഭിസംബോധന ചെയ്യണമെങ്കിലത്തെ സ്ഥിതി എന്താ? അപ്പോൾ ഉദ്ധവരുടെ റിലേറ്റീവ് ടേംസിൽ ഉദ്ധവരുടെ സ്റ്റാൻഡേർഡ് എന്താ? ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാ. എന്താ അത്? മഹാശയ വിശ്വം പ്രത്യക്ഷം ആത്മാവിന് അദ്വിതീയത്വം എങ്ങനെ. വിശ്വം പ്രത്യക്ഷമാണ്, കാണപ്പെടുന്നുണ്ട്. ആത്മാവിന് അദ്വിതീയത്വം എങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ഉത്തരം പറയും. എങ്ങനെയത്? ചോദിക്കും ഈ മട്ട് ആത്മാവിൻ പൂർണ്ണത്വം അറിയാത്തവൻ. ആത്മാവിൻ്റെ പൂർണ്ണത്വം അറിയാത്തവനെ ഈ വിഡ്ഢി ചോദ്യം ചോദിക്കുള്ളൂ ഉദ്ധവ. ചോദിക്കും ഈ മട്ട് ആത്മാവിൻ പൂർണ്ണത്വം അറിയാത്തവൻ അവിദ്യാകൃതമാം കാര്യകാരണോപാധിമൂലമാം. അവിദ്യാകൃതമാം കാര്യകാരണോ ഉപാധി, കാര്യകാരണങ്ങൾ ഉപാധി മൂലമാണ് ഇമാതിരി ചോദ്യം ചോദിക്കുന്നത് എന്നാണ്. ഉപാധിരഹിതനായിരിക്കുന്നുള്ള ആത്മാവിനെ പൂർണ്ണമായി അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ബ്രഹ്മജ്ഞനായി, അവൻ സർവവ്യാപി, അവൻ വിഷ്ണുവായി, സായൂജ സാമീപ്യ സാലോക്യാദികളായി. അപ്പോൾ അവിദ്യാകൃതമാം കാര്യകാരണോപാധിമൂലമാം അഖണ്ഡ ആത്മാവിൽ അല്പജ്ഞ സർവജ്ഞത്വാദി സർവവും. അഖണ്ഡ ആത്മാവിൽ, അഖണ്ഡം ഖണ്ഡിക്കപ്പെടാൻ സാധിക്കാത്ത ആത്മാവിൽ അല്പജ്ഞ സർവജ്ഞത്വാദി, അല്പത്വം തോന്നുന്നതും സർവജ്ഞം തോന്നുന്നതും മായാണ്.
മായ വലങ്ങുതടിയിലാവുമ്പോഴാണ് അല്പമാവണത്. മായ മാറിയാലോ പൂർണ്ണമായി. അപ്പോൾ അല്പജ്ഞ സർവജ്ഞത്വാദി സർവവും അഭിന്നതയിൽ ഭിന്നമില്ലാതെ കണ്ടിരിക്കുമ്പോൾ അഭിന്നതയിൽ ഈ വണ്ണം 1000 ഭേദകൽപ്പനം വ്യാവഹാരികം എന്നല്ലാതുര ചെയ്യുക. വ്യവഹാരികമാണെന്ന് പറയാൻ നിവൃത്തിയുള്ളൂ. വിവേകികൾ വിവേകികൾ, അതായത് വ്യവഹാരികം എന്നല്ലാതുര വിവേകികൾക്ക് ഇത്രേ പറയുള്ളൂ. കൃഷൻ സ്ഥൂലൻ ദുഃഖി വിപ്രൻ ഈ വിധം വാക്യനൊക്കെയും. കൃഷൻ യാദേവി സർവഭൂതേഷു പുഷ്ടി ഉണ്ടായാൽ കൃഷ്ണനല്ല. കൃഷൻ എന്ന് പറഞ്ഞാൽ പുഷ്ടി ഇല്ലാത്തതെന്ന് അർത്ഥമായി. അപ്പോൾ കൃഷനാണെന്നും സ്ഥൂലനാണെന്നും ദുഃഖിയാണെന്നും വിപ്രനാണെന്നും ഈ വിധം വാക്യനൊക്കെയും. ഇതൊക്കെ വാക്കുകളാണ്. ഈ വിധം വാക്യനൊക്കെയും ജ്ഞാനൈകരൂപനാം ആത്മാവല്ലാതെ മറ്റൊരാശ്രയം. ഇന്ന് തകർത്തു. കാരണം എന്താ? ഫുൾ ടോണിലാണ് ആരെ? ആത്മാവ്. എന്താ പറഞ്ഞത്? ജ്ഞാനൈക രൂപനാം ആത്മാവല്ലാതെ. ആത്മാവിൻ്റെ പരിപൂർണത അനുഭവിക്കുന്നത് ജ്ഞാനം കൊണ്ടാണ്. അതെവിടെ നിന്നാണ് വരുന്നത്? ഭഗവാൻ അണക്കെട്ട് ചീർപ്പ് നിയന്ത്രിക്കുന്ന മാതിരിയാണ്. എത്ര തനിക്ക് വേണം എന്ന് അത്രേ തരുള്ളൂ. എല്ലാ ദിവസവും ഒരുപോലെയാണോ? അല്ല. ജ്ഞാനൈക രൂപനാം ആത്മാവല്ലാതെ മറ്റൊരാശ്രയം. വേറൊരാശ്രയമില്ല. നാമരൂപാത്മകം കാര്യപ്രപഞ്ചം ഭൂതനിർമ്മിതം. നാമവും രൂപവും കാര്യപ്രപഞ്ചം ഭൂതനിർമ്മിതം. മനുഷ്യന്മാർ ഒരു കൊടുങ്കാറ്റ്, ഇന്ന ദിവസം കൊടുങ്കാറ്റുണ്ടാവും. ആരാ പറഞ്ഞത്? ശാസ്ത്രജ്ഞന്മാർ. കാറ്റിന് പേരിടുന്നതും ദിശാമാർഗങ്ങൾ അറിയണതും ആരാ? ശാസ്ത്രജ്ഞന്മാരാണ്. അപ്പോൾ ഈ ഭാഗവതം എന്നുള്ളതൊരു ശാസ്ത്രഗ്രന്ഥമാണ്. അപ്പോൾ ഭാഗവതീയത എന്ന ശാസ്ത്രത്തെ പഠിച്ചവരാണ് ആചാര്യന്മാരാവേണ്ടത്. അല്ലാണ്ട് വായിക്കാൻ പഠിക്കൽ അല്ല. വായിക്കാൻ പഠിക്കുമ്പം തന്നെ ഗുരുവായൂരപ്പ ഭക്തദാസൻ എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായി. അവിടെയാണ് പ്രശ്നം. അതുകൊണ്ട് ജ്ഞാനേകരൂപനാം ആത്മാവല്ലാതെ മറ്റൊരാശ്രയം. നാമരൂപാത്മകം കാര്യപ്രപഞ്ചം ഭൂതനിർമ്മിതം. സത്യം എന്നുര ചെയ്യുന്നു വെറും പണ്ഡിതമാനികൾ. പണ്ഡിതന്മാരാണ് എന്ന് സ്വയം മാനിക്കുന്നവരെ സത്യം എന്നുര ചെയ്യുന്നു. സത്യം എന്താണെന്ന് അറിയാതെ കണ്ട് സത്യം എന്ന് പറയും, തെറ്റിദ്ധരിക്കുകയാണ്. സത്യത്തിനെ ഉൾക്കൊള്ളാൻ പറ്റുമോ? അനുഭവിക്കാനല്ലേ പറ്റുള്ളൂ. ഇന്നതാണെന്ന് എങ്ങനെ പറയാം? മധുരം ഇന്നതാണ് എന്നുള്ളത് മറ്റൊരാളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാവുക? കയ്പ് എങ്ങനെയാണ്, എത്ര ഉണ്ട് എന്നുള്ളത് വേറൊരാളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുക? അപ്പോൾ സത്യമെന്നുര ചെയ്യുന്നു വെറും പണ്ഡിതമാനികൾ. കാരണ അഭിന്നമാണെന്നും കാര്യം ആദ്യവും അന്തവും. കാര്യം ആദ്യവും അന്തവും, തുടക്കവും അവസാനവും. അത് കാര്യം. തുടക്കമില്ല, അവസാനമില്ല, അത് കാരണം. കാര്യം ചെറുതാ, കാരണം വലുതാ, അല്ലേ? അപ്പോൾ കാരണ അഭിന്നമാണെന്നും കാര്യം ആദ്യവും അന്തവും. കാൺമതേതും ക്ഷണികമാണെന്നല്ല. കാൺമത എന്തൊക്കെയാണോ അത് ക്ഷണികമാണ്. ഒരേപോലെ കാഴ്ച നിൽക്കില്ല. ഒരു പ്രാവശ്യം കണ്ടു, വേറൊരു പ്രാവശ്യം കണ്ടു, പിന്നെ മൂന്നാമതൊരു പ്രാവശ്യം കണ്ടു. ഒന്നില്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൂടും, ഇല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കമ്മിയാവും. സ്റ്റാഗ്നൻ്റായിട്ട് നിൽക്കില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് കാൺമതേതും ക്ഷണികമാണെന്നല്ല പരതന്ത്രവും സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനി ഞാൻ ഓതിടാം യോഗം ശീലിക്കുന്നോർക്ക് വേണ്ടി. അതായത് ഇനി ഞാൻ ഓതിടാം, ഇനി ഞാൻ പറഞ്ഞു തരാം. എന്തിനെപ്പറ്റി? യോഗം ശീലിക്കുന്നവർക്ക്. ഭക്തിയോഗം, ഭക്തിയിൽ കൂടെ ഭഗവാനുമായിട്ട് ലയിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി പറയാം എന്ന് പറഞ്ഞിട്ട് നമുക്കവിടെ നിർത്താം. അപ്പോൾ ഇവിടെ അടുത്തത് എന്താണ്? 812 ഭാഗം. അപ്പോൾ 811 ഭാഗം ഇവിടെ അവസാനിപ്പിച്ചു. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം
ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.